തിരുനാവായ ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 വർഷത്തേക്കുള്ള സാമ്പത്തിക ബജറ്റ് ലഭ്യമായ വിഭവങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വിശാലമായ കാഴ്ചപ്പാടോടുകൂടി തയ്യാറാക്കിയിട്ടുള്ള തിരുനാവായ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ 5ാമത്തെ ബജറ്റും 14ാം പഞ്ചവത്സര പദ്ധതിയുടെ 4ാമത്തെ ബജറ്റും പ്രസിഡന്റ് ഖദീജ ആയപ്പള്ളിയുടെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് KT മുസ്തഫ അവതരിപ്പിച്ചു. സാമ്പത്തിക ബഡ്ജറ്റ് സമയബന്ധിതമായി ഈ ഭരണസമിതി മുമ്പാകെ അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ സർവശക്തനായ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. 26,3780 രൂപ പ്രാരംഭ ബാക്കിയും 1,59,70,000 രൂപ നികുതി വരുമാനവും 97,32,000 രൂപ നികുതി ഇതര വരുമാനവും ജനറൽ പർപ്പസ് ഫണ്ട് ഇനത്തിൽ 3,20,30,000 രൂപയും ഉൾപ്പെടെ ആകെ വരവ് പ്രാരംഭ ബാക്കി ഉൾപ്പെടുത്തിയത് 36,07,82,240 രൂപയും 3,76,37,780 രൂപ പ്രാരംഭ ബാക്കിയും 1,59,70,000 രൂപ നികുതി വരുമാനവും 97,32,000 രൂപ നികുതി ഇതര വരുമാനവും ജനറൽ പർപ്പസ് ഫണ്ട് ഇനത്തിൽ 3,20,30,000 രൂപയും ഉൾപ്പെടെ ആകെ വരവ് 3,20,30,000 രൂപയും ഉൾപ്പെടെ ആകെ വരവ് പ്രാരംഭ ബാക്കി ഉൾപ്പെടുത്തിയത് 36,07,82,240 രൂപയും ആകെ ചെലവിനത്തിലുള്ള 35,69,14,960 രൂപയും കിഴിച്ച് 38,67,280 രൂപയുടെ മിച്ച ബജറ്റാണ് അവതരിപ്പിച്ചത്. ഭവന നിർമ്മാണ മേഖലയ്ക്ക് മുഖ്യ പ്രാധാന്യം നൽകിക്കൊണ്ടും സാമൂഹ്യക്ഷേമം, സാംസ്കാരികം, വനിതാ വികസനം, കുടിവെള്ളം, കൃഷി, പശ്ചാത്തല വികസനം, പട്ടികജാതി വികസനം, മൃഗസംരക്ഷണം, ക്ഷീരോത്പാദനം, വയോജനം, വ്യവസായം, ഭിന്നശേഷിക്കാർ, ആരോഗ്യം, പാലിയേറ്റീവ്, തെരുവിളക്കുകൾ തുടങ്ങി സർവ്വ മേഖലകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ദീർഘവീക്ഷണവും സമഗ്ര പുരോഗതിയും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ബജറ്റാണ് 2025-26 വർഷത്തേക്ക് തിരുനാവായ ഗ്രാമപഞ്ചായത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ 2025-26 വർഷത്തെ ബഡ്ജറ്റ് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ സാധിച്ചു. മാത്രമല്ല കൃഷി, അതുപോലെ തന്നെ ഭവന നിർമ്മാണം, ആരോഗ്യം, ശുചിത്വം എല്ലാ മേഖലയിലും വേണ്ടത്ര ശ്രദ്ധ ചെലുത്തിക്കൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് പ്രാവശ്യം തിരുനാവായ ഗ്രാമപഞ്ചായത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. തിരുനാവായ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ 5ാമത്തെ ബഡ്ജറ്റും 14ാം പഞ്ചവത്സര പദ്ധതിയുടെ 4ാമത്തെ ബഡ്ജറ്റുമാണ് ഇന്ന് നമ്മുടെ ഭരണസമിതി മുമ്പാകെ അംഗീകാരത്തിനായി സമർപ്പിച്ചത്. എല്ലാവരും ഐക്യകണ്ഠേന അതിന് അനുകൂലിക്കുകയും ചെയ്തു.